ഇന്നലെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഗ്രീൻ ചിക്കൻ ഫ്രൈയും പാലക് ദാലും പാലക് പരിപ്പ് കറിയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഹലോ, അസ്സലാമു അലൈക്കും. എന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു ഗ്രീൻ ചിക്കൻ ആക്കേണ്ട പരിപാടിയിലാണ്. ഗ്രീൻ ചിക്കൻ ആക്കുന്നത് എങ്ങനെ കാണിക്കുക, ഞാൻ ആക്കുന്ന വിധം. ഇത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും 4 പച്ചമുളകും ഉണ്ട്. അത് ആദ്യം ഒന്ന് അരച്ചെടുക്കട്ടെ. ഇതിങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ലേ ഒരു 1/4 ടീസ്പൂൺ ജീരകവും, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് നല്ല പുളിയില്ലാത്ത കട്ട തൈര് ഒരു 2-3 സ്പൂൺ ഇടാം കേട്ടോ. ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു 2 കഷ്ണം ഇഞ്ചി ഇടുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് തീരെ വെള്ളം നോക്കാണ്ട് അരച്ചതാണ്. ഇനി അഥവാ അറിയുന്നില്ല എന്നുണ്ട് ഒരു തുള്ളി 2-3 സ്പൂണ് വെള്ളം ഇട്ടിരിക്കാം. ഞാൻ തീരെ വെള്ളമാക്കിയിട്ടില്ല, അങ്ങനെ അരച്ചെടുത്ത്. ഇനി ഇത് ഈ ചിക്കനിലേക്ക് ഇട്ടിട്ട് നന്നായി കുഴക്കണം. പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നോക്കും. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പിടണം. കുറച്ച് ഗരം മസാലപ്പൊടി ഇടാം. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിൻ്റെല്ല ഇങ്ങനെ കുഴച്ചിട്ടൊരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം ഫ്രൈ ചെയ്യാൻ. അല്ലെങ്കിൽ രാത്രി ആക്കിയിട്ട് രാവിലെ എടുക്കണം. അപ്പോൾ നന്നായിട്ട് ഉപ്പും പൊടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കുറേ സമയം വെച്ചാൽ, ഞാനിപ്പോൾ ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ വെച്ചിട്ട് എടുക്കുകയെന്ന് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ തീരുമാനിച്ചതാണ്. എന്തായാലും ആദ്യം ഇത് പുരട്ടി വെച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ നന്നായിട്ട് എല്ലാം ഒന്നിച്ച് പെരക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 3/4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാം. ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് കുക്കറിൽ. ഇത് കഴുകണം. ഇനി ഇത് കഴുകി വെച്ച പാലക്ക് ഇലയാണ്. പാലക്ക് പരിപ്പ് കറി ഇന്ന് ഉണ്ടാക്കാം. 2 നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പിടാം. ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി ഇടണം, കാശ്മീരി പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക് ഇട്ട്. അതിന് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം കൂടണ്ട, തേങ്ങ അരച്ച് വെക്കുന്ന കറി ആയതുകൊണ്ട് കുറച്ച് കട്ടിയിലാണ് ഈ കറി ടേസ്റ്റ് ഉണ്ടാവുക. ഇനി വേവിക്കാം. ഒരു വിസിലിന് ഓഫാക്കി വെക്കണം. എന്നിട്ട് തുറന്ന് നോക്കാം. പരിപ്പ് നന്നായി വെന്ത്. ഇനി അരച്ച തേങ്ങ ഒഴിക്കുന്നുണ്ട്. മിക്സിയിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഒഴിക്കുന്നുണ്ട്. കുറച്ച് തേങ്ങ പ്ലെയിനായിട്ട് അരച്ചതാണ്, ജീരകം അതൊന്നും ഇട്ടിട്ടില്ല. ജീരകം ഇഷ്ടമുള്ളവർക്ക് ഇടാം. കുറച്ച് നല്ലോണം കട്ടി തോന്നുന്നുണ്ട്, കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക. ഇനി പാകത്തിന് ഉപ്പും എല്ലാം നോക്കിയിട്ട് ഒരു ഒറ്റ തിളക്ക് ഓഫാക്കി വെക്കുക. നല്ല ടേസ്റ്റ് കറിയാന്ന് കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്താ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റും ചെയ്യണേ. കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഓഫാക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് കാച്ചി വയ്ക്കാം.